അങ്ങനെ iOS 26 റൺ ചെയ്യുന്ന നമ്മുടെ ഡിവൈസുകളിൽ ആപ്പിൾ കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് 26.6.1. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. 26.6 റിലീസ് ചെയ്ത ടൈമിലും നമ്മൾ സംസാരിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആപ്പിളിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 26.6.1 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഓൾറെഡി നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 3-4 ദിവസത്തെ യൂസേജിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ബാറ്ററി പെർഫോമൻസ്, ബഗ്ഗുകൾ, അതിനുള്ള സൊല്യൂഷൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ്, നിങ്ങളുടെ കൺസേൺസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, നിങ്ങളുടെ കമൻസ് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് മറ്റൊരു ഫോളോ അപ്പ് റിവ്യൂ നമ്മൾ താമസിക്കാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്ത ടൈമിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നൊരു കാര്യമാണ്, ഈ ഒരു അപ്ഡേറ്റ് പല യൂസേഴ്സിൻ്റെ ഡിവൈസിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. കാണിക്കാത്തതിൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ iOS 27 ബെയ്റ്റ് ആണ് റൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് കാണിക്കത്തില്ല. രണ്ട്, നിങ്ങൾ iOS 26.6.1 RC വേർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കാണിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ RC ആണ് റൺ ചെയ്യുന്നതെങ്കിൽ സെറ്റിംഗ്സ്, ജനറൽസിൽ അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ബെയ്റ്റ അല്ലെങ്കിൽ ഇവിടെ RC എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ കമൻസിൽ കണ്ടാണ് ഇപ്പോഴും പല യൂസേഴ്സിനും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്ഡേറ്റ് ഇങ്ങനെ കിടപ്പുണ്ടാകാം, പക്ഷേ അപ്ഡേറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റിംഗ് എന്ന് കാണിക്കുന്നതല്ലാതെ അപ്ഡേറ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആകുന്ന പോലുമില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ പരിഹരിക്കാൻ സാധിക്കും. രണ്ട്, സ്റ്റോറേജ് ചെക്ക് ചെയ്യുക. സെറ്റിംഗ്സ്, ജനറൽസ് ഓപ്ഷനിൽ പോയിട്ട് ഐഫോൺ സ്റ്റോറേജിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എനഫ് സ്റ്റോറേജ് മിനിമം ഒരു 10 to 15 GB എങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ ഇതൊരു മൈനർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ 700 to 800 MB അകത്തായിരിക്കാം മിക്ക യൂസേഴ്സിനും വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഓൺ അവർ 17 Pro ഈ ഒരു അപ്ഡേറ്റ് സൈസ് വന്നത് ഈ ഒരു രീതിയിലാണ്. കറന്റ് iOS 27 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബിൽഡ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്താൽ 23G83 എന്നുള്ളതാണ്. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം നമുക്ക് യാതൊരു തരത്തിലുള്ള നെറ്റ്വർക്ക് മോണം ഫേംവെയർ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ഡിവൈസിൽ ലഭിച്ചിട്ടില്ല. ഇനി മറ്റ് ഡിവൈസുകളിൽ ആർക്കെങ്കിലും യൂസേഴ്സിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്താണ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ്. ലിറ്ററലി ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിലിൽ കൊടുത്തിരിക്കുന്ന ഒരേ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഫിക്സസ് ഫോർ യുവർ ഐഫോൺ. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സെക്യൂരിറ്റി ഫിക്സസ് ആണ് പുതുതായിട്ട് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ എന്തൊക്കെ സെക്യൂരിറ്റി ഫിക്സസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ആപ്പിളിൻ്റെ സെക്യൂരിറ്റി പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം സഫാരി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, macOS, iOS എല്ലാത്തിനും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇതേ സെയിം അപ്ഡേറ്റ്. സോ iOS 26.6.1 പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ലിറ്ററലി 25 to 30 സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലുള്ളത് വെബ്കിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വൾണറബിലിറ്റീസ് ആണ് ആപ്പിൾ കൂടുതലും പാച്ച് ചെയ്തേക്കുന്നത്. അതിൽ കേർണൽ ബേസ്ഡ് ആയിട്ടുള്ള, ഇമേജ് പ്രോസസ്സിംഗ് ബേസ്ഡ് ആയിട്ടുള്ള, അങ്ങനെ ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള കുറേ അധികം സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു അപ്ഡേറ്റിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെക്യൂരിറ്റി, ഡിവൈസിൻ്റെ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് വെച്ച് നോക്കുമ്പം പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ പുതിയൊരു OS വരാൻ ഉള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. വലിയ ചേഞ്ചസോ മാറ്റങ്ങളോ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇതുപോലത്തെ സെക്യൂരിറ്റി പാച്ചസും ബഗ് ഫിക്സുകളും മാത്രം പ്രതീക്ഷിച്ചാൽ മതി. സോ അതിൽ വളരെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സെക്യൂരിറ്റി പാച്ച്. രണ്ട്, ഇതിലെ ബഗ് ഫിക്സുകളാണ്. പ്രധാനമായിട്ടും ഷോർട്ട് കട്ട്. പ്രീവിയസ്ലി കുറേ അധികം യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഷോർട്ട് കട്ടുകൾ പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല എന്നുള്ള കാര്യം. സോ ഷോർട്ട് കട്ട് ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലെ മിക്ക ഷോർട്ട് കട്ടും ഓട്ടോമേഷൻസ് ഒന്നും വർക്ക് ആകുന്നില്ല, പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ അവർ സെറ്റ് ചെയ്തേക്കുന്ന കറക്റ്റ് ടൈമിലും ഇൻ്റർവെൽസിലും അത് വർക്ക് ആകുന്നില്ല എന്നുള്ള ഇഷ്യൂ ആപ്പിൾ ഇതിൽ പരിഹരിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം പ്രീവിയസ് അപ്ഡേറ്റ് 26.6 വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് പെർഫോമൻസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. വളരെ നീറ്റായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. സ്റ്റട്ടറിങ്ങോ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിൽ ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാർപ്ലേ. ഞാൻ ഡിവൈസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണക്റ്റഡ് ആണ്, കാർപ്ലേ ആയിട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ 2 തവണ കാർപ്ലേ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയി എന്ന് മാത്രമല്ല, കാർപ്ലേ ഡിവൈസിൽ യൂസ് ചെയ്യുമ്പം, സ്റ്റീരിയോയിൽ യൂസ് ചെയ്യുമ്പം കാർപ്ലേ സ്റ്റക്ക് ആകുന്നു. ചില ഓപ്ഷൻസോ ആക്ഷൻസോ ഒന്നും നമ്മൾ ടാപ്പ് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് ആ ഒരു പ്രോംപ്റ്റ് ആയിട്ട് വർക്ക് ആകുന്നില്ല, കുറച്ച് ലാഗ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വന്നപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഡിവൈസ്
ഫോൺ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറത്തോളം ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ട് കാർപ്ലേ അങ്ങനെ സ്റ്റട്ടറിങ്ങോ അല്ലെങ്കിൽ ഡിസ്കണക്ഷനോ ഒന്നും കാണിച്ചില്ല. പക്ഷേ അതിന് മുന്നേ ഈ പറഞ്ഞ ഡിസ്കണക്ഷനും സ്റ്റട്ടറിങ്ങും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാർപ്ലേയിൽ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് അതിൻ്റെ ഒരു കൾപ്രിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. മേ ബി ജിയോ സിമ്മിൻ്റെ പ്രോബ്ലം ആകാം. അതായത് കോൾ ഡ്രോപ്പ് ആകുന്നു വെച്ചാൽ കോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്റ്റ് ആവും, ചിലപ്പോൾ കണക്റ്റ് ആകത്തില്ല. അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് ഫേസ് ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഫേസ് ചെയ്തത്. 3, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ചില ടൈമുകളിൽ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് കാണുമ്പോഴും എന്തെങ്കിലും കോളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഓഡിയോ കേൾക്കത്തില്ല. ഷോർട്സ്, റീൽസ്, ഫേസ്ബുക്കിലെ വീഡിയോസ് ഇതെല്ലാം പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓഡിയോ കാണത്തില്ല. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ കാണത്തില്ല. പിന്നെ നമ്മൾ ആ റീൽസ് മാറ്റി വേറൊരു റീൽസിലേക്ക് പോയി തിരിച്ച് ആ റീലിലേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ ആ ഓഡിയോ കേൾക്കത്തുള്ളൂ. അതൊരു വല്ലാത്ത തലവേദന തന്നെയാണ്. ഇത് മിക്ക യൂസേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി സോഫ്റ്റ്വെയറിൻ്റെ ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഈ ആപ്പ് ഡെവലപ്പേഴ്സ് ഇതുവരെ പ്രോപ്പറായിട്ട് ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടും ആകാം. കാരണം ഈ 3 ആപ്ലിക്കേഷനിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നത്. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. എപ്പോഴും സ്ഥിരം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആക്കി വെച്ചാലേ ഉള്ളൂ നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു OLX എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. കാരണം ഈ ആപ്ലിക്കേഷൻ മാത്രമാണ് വേറെ ഏത് ആപ്ലിക്കേഷനും നമ്മളിപ്പം OLX എടുത്ത് യൂസ് ചെയ്ത് എന്തെങ്കിലും സെർച്ചൊക്കെ ചെയ്ത് നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റായി മറ്റ് യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ജിമെയിലൊക്കെ ഓപ്പൺ ചെയ്ത് തിരിച്ച് നമ്മളൊരു 2-3 മിനിറ്റിന് ശേഷം ഇതേ OLX ഓപ്പൺ ചെയ്താൽ ഈ OLX റീഫ്രഷ് ആവും. അതായത് ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ റീഫ്രഷ് ആവും. ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും OLX എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇത് ഏറ്റവും വേഴ്സ്റ്റ് ആണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കുഴപ്പമാണത്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ്, അതായത് മെമ്മറി മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് വീണ്ടും റീഫ്രഷ് ആണ്. പിന്നീട് ബാറ്ററിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ തുടങ്ങിയ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മനസ്സിലാവും. അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 56 ആയിരുന്നു. ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ ചാർജ് ചെയ്തത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 56%-ലാണ് 43 മിനിറ്റ് അഗോ ഞാൻ ചാർജ് ചെയ്തത്. ഡിവൈസ് ഞാൻ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഫോൺ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴും എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 56% തന്നെയായിരുന്നു. അതായത് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും 56, റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷവും 56% തന്നെയായിരുന്നു. സോ ഈ ഒരു അപ്ഡേറ്റിലേക്ക് 26.6.1 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്കൊക്കെ എത്തിയപ്പോൾ iOS 26-നെ ആപ്പിൾ വളരെയധികം മെച്യൂർ ആക്കിയിട്ടുണ്ട്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു OS ആക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കുറേയധികം സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ആപ്പിൾ പരിഹരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സ്റ്റേബിൾ ആയി എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ കുറേയധികം അപ്ഡേറ്റ് വന്ന സമയത്ത് 26 റിലീസ് ചെയ്ത സമയത്തിനേക്കാൾ ഫാർ ബെറ്ററാണ് ഈ ഒരു ടൈമിൽ iOS 26 എന്ന് പറയുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ കുറേ കാണാനുണ്ട്. ഇപ്പോൾ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 44 മിനിറ്റ് മുന്നേ ഞാൻ ചാർജ് ചെയ്താണ്. ഇപ്പോഴും 2% തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനോടകം നമ്മൾ കുറേയധികം ഒരു റീസ്റ്റാർട്ട് കഴിഞ്ഞു, പല ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തു, വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്, കണ്ടിന്യൂസ്ലി സ്ക്രീൻ ഓൺ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും സ്റ്റിൽ വലിയ കുഴപ്പമില്ലാതെ ബാറ്ററി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി പെർസെൻറ്റേജിലേക്ക് വരുമ്പോൾ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 92% ആണ്. കഴിഞ്ഞ അപ്ഡേറ്റിലും ഇതേ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ്, ഇതേ ബാറ്ററി ഹെൽത്തിലാണ് എൻ്റെ ഡിവൈസ് നിന്നത്. സോ കഴിഞ്ഞ 2 അപ്ഡേറ്റുകളായിട്ട് ഈ സെയിം ബാറ്ററി ഹെൽത്ത് പെർസെൻറ്റേജിലാണ് ഡിവൈസ് കീപ്പ് ചെയ്യുന്നത്. സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 311 ആയിട്ടുണ്ട്. സോ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഈ ഒരു വർഷം കൊണ്ട്. ഇപ്പം അടുത്ത മാസം ആകുമ്പം 1 ഇയർ ആവും. ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ 92% വളരെ കോമൺ ആണ്. അതും വളരെ റഫായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു യൂസർ എന്ന നിലയിൽ ഈ 92% വളരെ കോമൺ ആണ്. ഞാൻ ഈ ഒരു ബാറ്ററി ഹെൽത്ത് വാങ്ങി 2 മാസത്തിനുള്ളിൽ ഡ്രോപ്പ് ആകുന്ന റീസൺ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചില യൂസേഴ്സിന് അത് വാങ്ങി പെട്ടെന്ന് തന്നെ ഡ്രോപ്പിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങും. എന്നാൽ മറ്റ് ചില സിറ്റുവേഷൻസിൽ ഡിവൈസ് വാങ്ങി 2, 3, 4, 6, 7 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആയി തുടങ്ങുന്നത്. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് 1-2 മാസം കൊണ്ട് തന്നെ വളരെ വലിയൊരു ഡ്രോപ്പിലേക്ക് അത് വരും. ആദ്യം 98ലേക്ക് വരും, പിന്നെ അത് 96ലേക്ക് പോകും, പെട്ടെന്ന് 95ലേക്ക് പോകുന്നു, പെട്ടെന്ന് അത് 92%-ലേക്കൊക്കെ പോകുന്ന ഒരു ബിഹേവിയറാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. സോ 2 തരത്തിലുള്ള ബിഹേവിയർ ഉണ്ട്. ആൻഡ് ഫൈനലി സ്റ്റോറേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഞാൻ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ മിനിമം നിങ്ങൾ
ഒരു 10 to 15 GB എങ്കിലും സ്റ്റോറേജ് കീപ്പ് ചെയ്യുക. ഈ ഡിവൈസ് സ്റ്റട്ടർ ആകുന്ന അല്ലെങ്കിൽ ലാഗ് ഒക്കെ ഉള്ള ഡിവൈസുകൾ യൂസേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡിവൈസിന് സ്റ്റോറേജ് എത്ര ഉണ്ടെന്ന് നോക്കുക. പ്രത്യേകിച്ചും ഓൾഡർ ജനറേഷൻ ഡിവൈസുകൾ ലൈക്ക് iPhone 11, 12, 13, 14 സ്റ്റോറേജ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ സ്റ്റോറേജ് ചെക്ക് ചെയ്യുക. അതിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കും. ഫോൺ ഒരു വളരെ സ്ലോ ആയിട്ടുള്ള ഫേസിലാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അത് മിക്കവാറും സ്റ്റോറേജ് കുറവുള്ളതുകൊണ്ടാണ്. സോ ഇപ്പം തന്നെ നിങ്ങളുടെ ഡിവൈസുകൾ പോയി ആ സ്റ്റോറേജ് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഡൗൺലോഡ്സും ഫയൽസും വീഡിയോസും ഒക്കെ ഒഴിവാക്കുക. അങ്ങനെ ഡിവൈസിൻ്റെ സ്റ്റോറേജും അതോടൊപ്പം തന്നെ പെർഫോമൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഷുഡ് യു ഇൻസ്റ്റാൾ iOS 26.6.1 എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ഇതൊരു മികച്ച അപ്ഡേറ്റ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബാറ്ററിയുടെ കാര്യത്തിലായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ റീസണിൻ്റെ കാര്യത്തിലായാലും ഓവറോൾ സെക്യൂരിറ്റി, ഡിവൈസിൻ്റെ സെക്യൂരിറ്റി വൾണറബിലിറ്റീസിന് കുറേയധികം വൾണറബിലിറ്റീസ് ആപ്പിൾ ഇതിൽ പാച്ച് ചെയ്തേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഐ റെക്കമെൻഡ് എവ്രി വൺ ടു ഡു ദിസ് അപ്ഡേറ്റ്. സോ സ്റ്റേ ട്യൂൺ. Once again, this is Milan. Catch you as the next one. Until then, peace.